സൂക്ഷ്മ ശരീരത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ 17 കലകൾ അടങ്ങിയിരിക്കുന്നെന്ന് വായിച്ചു. എന്നാൽ കാരണശരീരത്തിൻ്റെ ഭാഗമായി ഒന്നും പറഞ്ഞു കണ്ടില്ല. കാരണശരീരം എന്ന് പറഞ്ഞാൽ അവിദ്യ മാത്രമാണ്, അജ്ഞാനം മാത്രം, അജ്ഞാന ശരീരം മാത്രമാണ്. അനിർവാച്യ അനാദ്യ അവിദ്യാ സ്വരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സ്വസ്വരൂപ അജ്ഞാനം നിർവികൽപക രൂപം യദസ്തി തത് കാരണശരീരം എന്ന് മാത്രമാണ് പറഞ്ഞു കണ്ടത്. അന്ധകരണത്തിൻ്റെ ഭാഗമായ ചിത്തം, അഹങ്കാരം എന്നിവ കാരണശരീരത്തിൻ്റെ ഭാഗമായി ഒരിക്കലും പറയാൻ പറ്റില്ല. ചിത്തം, അഹങ്കാരം എന്നിവ മനസ്സിനോടും ബുദ്ധിയോടും ചേർത്താണ് പറയേണ്ടത്. ചിത്തത്തെ നമ്മൾ ചേർക്കേണ്ടത് മനസ്സിനോടാണ്, ബുദ്ധിയെ ചേർക്കേണ്ടത് അഹങ്കാരത്തോടാണ്. എപ്പോൾ അന്തഃക്കരണം മനസ്സും ബുദ്ധിയും ചേർന്നതാണെന്ന് പറയുന്നുവോ അപ്പോൾ ചിത്താഹങ്കാരങ്ങളെ പരിഗണിക്കേണ്ട. എന്നാൽ എപ്പോൾ ചിത്താഹങ്കാരങ്ങളെ കൂടി പരിഗണിച്ച് 4 വൃത്തികളോടൊത്തതായി അന്ധഃക്കരണത്തെ പറയുന്നുവോ അപ്പോൾ മനസ്സിലാണ് ചിത്തത്തെ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. അഹങ്കാരത്തെ ബുദ്ധിയിലുമാണ്. ഇങ്ങനെ ചേർത്ത് മനസ്സിലാക്കണം. ഒരു തരത്തിലും കാരണശരീരമല്ല, കാരണശരീരത്തിന് അത്തരം സൂക്ഷ്മ അംഗങ്ങളില്ല. അതുകൊണ്ടാണ് സ്ഥൂല സൂക്ഷ്മങ്ങൾക്കും കാരണഭൂതമായത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥൂല ശരീരം പോലെയോ സൂക്ഷ്മ ശരീരം പോലെയോ കാരണശരീരത്തെ വിസ്തരിച്ച് പറയാനൊന്നും കഴിയില്ല. അത് സുഷുപ്തി ദശാസമ്പന്നമാണെന്ന് പറയാം. സുഷുപ്തി ദശയിൽ നമ്മളാൽ അറിയപ്പെടുന്നതാണ്. അറിയപ്പെടുന്നുണ്ടോ? ഇല്ല. ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അറിവ് സുഷുപ്തിയിലുണ്ട്. ആ അറിവിന് മൂലകാരണമായ അജ്ഞാന ശരീരമാണ് കാരണശരീരം. അത്രേ പറയാൻ പറ്റൂ.